ഈ വീട്ടിലെ ഈ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ക്ഷമർ? ഇപ്പോൾ ഇവിടെ സ്കൂളിൽ 1 മണിക്കൂർ പൊതുദർശനം, അതിനുശേഷം വീട്ടിലേക്ക് എത്തിക്കും, അങ്ങനെയാണോ? തീർച്ചയായിട്ടും വീട്ടിൽ ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. സംസ്കാരം നടക്കുന്നത് ഒരു വീട്ടിൻ്റെ പുറകുവശത്താണ്. വീട്ടിലേക്ക് പോകുന്നത് ഒരു ചെറിയ വഴിയാണ്. ആ വഴി ഒക്കെ തന്നെ ഇപ്പോൾ വളരെ വിശാലമാക്കി ആളുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 12:30 ആ വീട്ടിലേക്ക് മൃതദേഹം നിലവിലെ സാഹചര്യത്തിലെത്തും. ഏതാണ്ട് 1 മണിയോടുകൂടി സുജ, അവരുടെ മാതാവ്, അവിടെ എത്തും. എന്തായാലും നമുക്കത് ഈ ചിത്രങ്ങളിൽ കാണാം. സഹപാഠികൾ, മാനേജ്മെന്റ് സ്റ്റാഫുകളുമൊക്കെ മിഥുന്റെ ചിത്രം പതിപ്പിച്ചുകൊണ്ടുള്ള ഇത് മാനേജ്മെന്റ് സ്റ്റാഫ്, PTA കമ്മിറ്റി, ബോയ്സ് ഹൈസ്കൂൾ ഒരു കണ്ണീർ പ്രണാമം എന്നൊരു സ്റ്റിക്കർ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും മിഥുനെ അറിയാമായിരുന്നു? വീടിന്റെ അടുത്തുള്ളയാണോ? അവൻ നന്നായിട്ട് സംസാരിക്കും, പ്രസംഗിക്കും, ചിത്രം വരയ്ക്കും ഒക്കെ ചെയ്യുമില്ലേ? ചിത്രം സ്കൗട്ടിലുണ്ടായിരുന്നു? അല്ല, അവർ NCC ആയിരുന്നു. മകനറിയാമോ? മിഥുനെ അറിയാമോ? അറിയാം. പരിചയമുണ്ടോ? മുമ്പ് വേറെ സ്കൂളിലായിരുന്നോ മിഥുൻ? വേറെ സ്കൂളിലായിരുന്നു, ഇപ്പൊ വന്നതേ ഉള്ളായിരുന്നു. അതെങ്ങനെയായിരുന്നു ഇവിടെ? എല്ലാവരും നല്ല കമ്പനിയായിരുന്നു? ഈ മരണപ്പെട്ട ദിവസം നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ വന്നില്ലായിരുന്നു. ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു ഇവിടെ നടന്നത്? ഞാനത് കഴിഞ്ഞിട്ടാ വന്നത്, ആശുപത്രി കൊണ്ട് കഴിഞ്ഞിട്ടത് വന്ന്. കഴിഞ്ഞിട്ടാ വന്നതല്ലേ? നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളില്ലായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരന്മാരാ കണ്ടത്. അവര് നോക്കി നിൽക്കുമ്പം അവിടെ നിന്ന് അവൻ അവിടെ മണ്ടയ്ക്ക് കയറുന്ന അവന്മാര് കണ്ട്, അവൻ ഷോക്കടിച്ച് ഇങ്ങനെ വീഴുന്ന അവന്മാര് കണ്ടത്. അത് കണ്ട് അവന്മാര് പേടിച്ച് ഇനി ഓടി വന്ന്. ഇതെല്ലാം ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ വന്നപ്പോഴത്തേക്കും കുറച്ച് താമസിച്ചു പോയി. ഇത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ കാണും, മിണ്ടിയൊക്കെ ചെയ്യും. അല്ലാതെ NCCക്കൊക്കെ ഇപ്പം സെലക്ഷനൊക്കെ കിട്ടിയത് ഇന്നേ ഉള്ളായിരുന്നു. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു NCCക്കൊക്കെ കയറണമെന്നൊക്കെ. അറിഞ്ഞൂടെ, നല്ല പടമൊക്കെ വരയ്ക്കുമായിരുന്നു. സീതലക്ഷ്മി, നമുക്ക് ഷമീർ, ഇത് ഇന്നലെ ഈ കുട്ടിയുടെ തന്നെ ഒരു സഹപാഠി പറഞ്ഞു കേട്ടതാണ്, പ്രതികരണം കേട്ടതാണ്. അതായത് ഈ കുഞ്ഞിന് വലുതാകുമ്പം സൈന്യത്തിലേക്ക് ചേരാൻ വലിയ ആഗ്രഹമായിരുന്നു, അങ്ങനെയാണ് NCCയിലൊക്കെ സെലക്ഷന് വേണ്ടി പരിശ്രമിച്ചത് എന്നൊക്കെ. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ദിവസം ആ സൗണ്ട് ബൈറ്റ് നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയതുമാണ്. സഹപാഠികൾ മാത്രമല്ല, സ്വന്തം അനുജനോട് പോലും പറഞ്ഞിരുന്നു തനിക്കൊരു പട്ടാളക്കാരനാകണമെന്നൊരു ആഗ്രഹം ഈ കുട്ടി പങ്കുവച്ചിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹവുമായി മുന്നോട്ട് പോയ കുഞ്ഞായിരുന്നു മിഥുൻ. അവന് ആ ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നിരിക്കുന്നൊരു ദുഃഖം ആ കുടുംബവും കഴിഞ്ഞ ദിവസം പങ്കുവച്ചു. ഇപ്പോൾ ഈ സ്കൗട്ടിലെ കുട്ടികൾ പറഞ്ഞതും നമ്മൾ കേട്ടു. അവൻ NCCയിലേക്ക് വരാനൊക്കെ നല്ല താല്പര്യമുള്ള കുട്ടിയായിരുന്നു. നന്നായി ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന, നന്നായി പ്രസംഗിക്കാൻ അറിയാവുന്ന കുട്ടി. നമ്മൾ ആ സ്കൂളിൽ വന്ന ശേഷമുള്ള ഒരു പ്രസംഗത്തിന്റെ വീഡിയോ വരെ കഴിഞ്ഞ ദിവസം